അപ്പൊ ഓർമ്മിക്കണം നമ്മള്, അതായത് UDF ഭരണം വിടുന്ന സമയത്ത് 2015-16 നമ്മുടെ സഞ്ചിത കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു. ആ 1,53,200 കോടിയാണ് ഇപ്പോൾ വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു? അത് 4,81,997.62 കോടിയില്, 4,81,997.62 കോടിയിൽ എത്തിയിരിക്കുകയാണ് ആ കടം. അതിനും മുകളിലാണ് കിഫ്ബി വഴിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും വാങ്ങിക്കുന്ന കടം. ഈ രണ്ട് കടം വാങ്ങൽ യന്ത്രങ്ങളെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് കടം കൊള്ളാൻ വേണ്ടി സൃഷ്ടിച്ച പ്രത്യേക സ്കീം എന്നാണ് അതിന് പറയുന്നത്. അടുത്ത ഇലക്ഷന് പിണറായി സർക്കാർ ജയിച്ചില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ജയിച്ചതിനേക്കാൾ മിച്ചമായിട്ടും ഉന്നമനത്തിലാണ് പിണറായി സർക്കാർ. കാരണം ഇപ്പോൾ എല്ലാ കസേരയിലും മൂർച്ചയേറിയ പാരകൾ തറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഭരിക്കാൻ ആർക്കെങ്കിലും ആർത്തി ഉണ്ടെങ്കിൽ മുൾക്കിരീടം അണിഞ്ഞ് ചോരയൊലിപ്പിച്ച് ആ മൂർച്ചയേറിയ കസേരയിൽ ഇരുന്ന് ഭരിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ലീഗായാലും കോൺഗ്രസ് ആയാലും തയ്യാറാവുക. അത്തരത്തിലുള്ള ഇത്രയും ഉപകാരം ചെയ്യുവാൻ ഇതുവരെയ്ക്കും ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പിണറായി സർക്കാരിൻ്റെ കൂർമ്മബുദ്ധി അതിവിദഗ്ധമാണ്. ഇത്തരം കാര്യങ്ങൾ മുൻപ് ഒരു സർക്കാരും ചെയ്തതായിട്ട് നന്മക്ക് ഓർമ്മയില്ല. ആലോചിച്ച് ഇനി വരുന്ന ഭരണം തീർച്ചയാക്കുക.